പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പിശാചിൻ്റെ ഉപദ്രവങ്ങളെക്കുറിച്ചുള്ള ഒരു ധ്യാനത്തിലൂടെ കടന്നു പോകരുത്. അതിൽ പിശാചിൻ്റെ പ്രലോഭനം, അതിനെക്കുറിച്ചും ആ പ്രലോഭനത്തെ അതിജീവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ധ്യാനിച്ചു. പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് ചില കാര്യങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് ഓടിച്ച് പറയാം. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം വേണം. ദൈവവുമായി നിരന്തരവും ആത്മാർത്ഥവുമായിട്ടുള്ള ബന്ധം പുലർത്തണം. അത് വെറുതെ ഒരു ചിന്ത കൊണ്ട് ഉയർത്തിയാലും മതി. പ്രാർത്ഥന പൂർണ്ണമായ വാചകത്തിലാകണമെന്നില്ല. ദൈവം എന്നൊരു ചിന്തയുണ്ടായാൽ മതി. പാപത്തിനോടും പിശാചിനോടുള്ള വെറുപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. അഭിഷേകമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം വേണം. വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, കൂട്ടായ്മയിലുള്ള പ്രാർത്ഥന, അത് വേണം. ആത്മാവിലും ശരീരത്തിലും മനസ്സിലും വിശുദ്ധിയുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കണം. മനസ്സുകൊണ്ട് പോലും അശുദ്ധിയിലേക്ക് പോകാതിരിക്കണം. അടുത്തതായി, വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഹൃദയസ്ഥമാക്കുകയും വചനം ഏറ്റുപറഞ്ഞ് വചനത്തിൻ്റെ ജീവനും ശക്തിയും അഭിഷേകവും പ്രാപിക്കുകയും ചെയ്യണം. മാത്രമല്ല, അടുക്കലടുക്കൽ കുമ്പസാരിക്കുക, യോഗ്യതയുടെ ദിവ്യകാരുണ്യം സ്വീകരിക്കുക, അത് നിർബന്ധമാക്കണം. തിരുസഭാ കൂട്ടായ്മയോട് ചേർന്നൊരു ജീവിതം വേണം. കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സംവിധാനം കുടുംബമാണെങ്കിൽ, കുടുംബങ്ങളുടെ കൂട്ടായ്മയുടെ സംവിധാനമാണ് തിരുസഭ. ആ സഭയോട് ചേർന്ന് ജീവിക്കണം. അടുത്തത്, എപ്പോഴും മനസ്സിൽ ദൈവീക ചിന്ത നിറയ്ക്കണം. എന്നിട്ട് ദുഷ്ടചിന്തകൾ അല്ലെങ്കിൽ നിഷേധാത്മക ചിന്തകൾ, ദുരാഗ്രഹങ്ങൾ മനസ്സിൽ വന്ന് അപ്പം തന്നെ അതിനെ പുറത്താക്കണം. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ഉപകരിക്കുന്ന തിരുസഭയിലൂടെ ലഭിക്കുന്നതുമായ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലാം. അതിനമ്മെ സഹായിക്കുന്ന ഗ്രന്ഥങ്ങൾ വായിക്കാം. മറ്റൊന്നുള്ളത്, കാവൽ മാലാഖമാരുടെയും എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും കൂട്ടായ്മയിൽ വളരാൻ ശ്രമിക്കാം. അങ്ങനെയാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കേണ്ടത്. ഇനി പിശാചിൻ്റെ പ്രലോഭനങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിശാചിൻ്റെ അസാധാരണമായ ഉപദ്രവങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തേത് ഒപ്രഷൻ എന്ന് പറയുന്ന, ഇംഗ്ലീഷിൽ പറയുന്ന പൈശാചിക പീഡകളാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ ഒപ്രഷനിൽ ഒന്നാമത്തേത്, അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? വിശുദ്ധീകരിക്കപ്പെടാത്ത, അശുദ്ധമാക്കപ്പെട്ട വ്യക്തികളിലൂടെ, വസ്തുക്കളിലൂടെ, ജീവികളിലൂടെ പിശാച് നടത്തുന്ന ബാഹ്യമായ ഉപദ്രവങ്ങളാണ് പൈശാചിക പീഡകൾ. പൈശാചിക പീഡകൾ എല്ലാവർക്കും ഉണ്ടാകും. അത് വ്യക്തികളിലൂടെ വരാം, പിശാചിൻ്റെ ഉപകരണങ്ങളെ വ്യക്തികളിലൂടെ വരാം. അതുപോലെ തന്നെ പൈശാചികമായ സ്വാധീനത്തിൽപ്പെട്ട വ്യക്തികൾ ഉപദ്രവിക്കുന്ന പോലെ തന്നെയാണ് പിശാച് ചില ജീവികളിലൂടെയും ഈ ലോകത്തിലുള്ള ജീവികളെ ചിലരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിച്ചെന്ന് വരാം. പിശാചിന് അങ്ങനെ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. വിശുദ്ധീകരിക്കപ്പെടാത്ത, അശുദ്ധമാക്കപ്പെട്ട വ്യക്തികളിലൂടെ, ജീവികളിലൂടെ, വസ്തുക്കളിലൂടെ, അതുപോലെ ചില സംഭവങ്ങളുടെ, സാഹചര്യങ്ങളുടെ പിശാച് നടത്തുന്ന ബാഹ്യമായ ഉപദ്രവങ്ങളാണ് പൈശാചിക പീഡകൾ. പൈശാചിക പീഡകൾ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിക്ക് അവിടെ നിറഞ്ഞ വിശ്വാസവും വിശുദ്ധിയും ദൈവത്തിലുള്ള ആശ്രയബോധം ഉണ്ടെങ്കിൽ ആ പീഡകളുടെ നടുവിൽ മനസ്സ് പതറില്ല. അങ്ങനെ അവിടെ നമുക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ, ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വചനം, ഈ പൈശാചിക പീഡകളിൽ എന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈ ഒരു വചനം ഒന്ന് പഠിക്കണം. ദൈവം ജോബിനും അവൻ്റെ കുടുംബങ്ങൾക്കും ഭവനത്തിനും, കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും, വസ്തുവകൾക്കും മൃഗസമ്പത്തിനും ചുറ്റിക്കെട്ടിയിരുന്ന സ്വർഗീയ വേലി അഥവാ കൃപാവലയം, അതിനെക്കുറിച്ച് പിശാച് ദൈവത്തോട് ഒരു പരാതി പറയുന്നുണ്ട്. ദൈവം ചോദിച്ചു, നീ ജോബിനെ കണ്ടോ? അവനെപ്പോലെ നീതിമാൻ, നിഷ്കളങ്കൻ, നിർമ്മലനുമായിട്ട് ആരെങ്കിലും ഉണ്ടോ? അപ്പം പിശാച് പറഞ്ഞു, അവൻ നീതിമാൻ, നിഷ്കളങ്കൻ, നിർമ്മലമായിരിക്കുന്ന വെറുതെ ഒന്നുമല്ല. നീ അവന് ചുറ്റും, അവൻ്റെ വസ്തുവകൾക്ക് ചുറ്റും, മൃഗസമ്പത്തിന് ചുറ്റും, അവൻ്റെ ഭവനത്തിന് ചുറ്റും, ഭവനാങ്ങൾക്ക് ചുറ്റും സ്വർഗീയ വേലി കെട്ടിവെച്ചിരിക്കുകയല്ലേ, വേലി കെട്ടി സംരക്ഷണം കൊടുത്തിരിക്കുകയല്ലേ. അതായത് അഭിഷേകത്തിൻ്റെ വേലിയാണത്. അഭിഷേകത്തിൻ്റെ വേലി എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചുറ്റും മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ചുറ്റും മാത്രമല്ല, നമ്മുടെ വീടിന് ചുറ്റും മാത്രമല്ല, വാഹനങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വസ്തുവകൾ, ഭൂമി, എല്ലാ ചുറ്റും അഭിഷേകത്തിൻ്റെ വേലി വേണം.
എന്നോടൊരാൾ പറഞ്ഞു, അയാളുടെ പറമ്പിൽ അയാളുടെ പറമ്പിനടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്ത് തീപിടുത്തം ഉണ്ടായി. എങ്ങനെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പം ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് 2 ഏക്കർ ഭൂമിയുണ്ട്. 2 ഏക്കർ ഭൂമി മുഴുവനും കൃഷി നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എല്ലാ ദിവസവും വൈകുന്നേരം ഞാനും ഭാര്യയും കൂടെ ഈ 2 ഏക്കർ ഭൂമിക്ക് ചുറ്റും ഞങ്ങൾ നടന്ന് പ്രാർത്ഥിക്കും. ചുറ്റും നടന്ന് കൊന്തയിൽ പ്രാർത്ഥിക്കും. ഞങ്ങൾ 4 ജപമാലകൾ ചൊല്ലുന്നത് 3 ഈ പറമ്പിന് ചുറ്റും നടന്നാണ്. പിന്നെ മക്കളുടെ കൂടെ ഇരുന്ന് ഒരു ജപമാല ചൊല്ലും. ഈ 3 ജപമാല ചൊല്ലുന്ന സമയത്തും ഇതിനു ചുറ്റും അങ്ങയുടെ സ്വർഗീയ സൈന്യത്തിൻ്റെ സംരക്ഷണ വേലി ഉയർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ ഇന്നിവിടെ ഒരു സംഭവം പറഞ്ഞില്ലേ, അത് എത്ര സത്യമാണെന്ന് അച്ഛൻ്റെ മുമ്പിൽ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനെന്താ പറഞ്ഞാൽ ഞാനിത് കഴിച്ചിട്ട് പറയാം. ഞങ്ങൾ ആ ചുറ്റും ഇങ്ങനെ നടന്ന് പ്രാർത്ഥന നടത്താനായിട്ട്, അവിടെ പാമ്പൊക്കെ കരിയിലക്കടിയിൽ ഒളിഞ്ഞു കിടക്കാതിരിക്കാനായിട്ട് ഞങ്ങളൊരു 2 മീറ്റർ ഒരു വീതിയിൽ ഒരു തെളിച്ച പ്രദേശം ഇട്ടിരിക്കുകയാണ്. അവിടെ ഇലയില്ല, കാടില്ല. ഇലയൊക്കെ വന്ന ഇടയ്ക്ക് എൻ്റെ ഭാര്യ അതെല്ലാം തൂത്ത് മാറ്റിക്കളയും. അതുപോലെ തന്നെ പുല്ല് വളർന്നാൽ അത് ഞങ്ങൾ ചെത്തിക്കളയും. ഞങ്ങൾക്ക് നടന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തത് പാമ്പിൻ്റെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ. പക്ഷേ അടുത്തുള്ള തോട്ടത്തിൽ ഈ റബ്ബറിൻ്റെ ഇല വീണ് അങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്ന സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായപ്പോൾ ഈ തീ ആളിക്കത്തിയിട്ടും ഞങ്ങളുടെ പറമ്പിലേക്ക് തീ കയറിയില്ല. എൻ്റെ ഈ 2 ഏക്കർ ഭൂമി ഒഴികെ ആ പ്രദേശത്തുള്ള 10-30 ഏക്കർ ഭൂമി മുഴുവനും കത്തി നശിച്ചു. അയാൾ പറയുകയാണ്, അച്ഛനൊരു സംഭവം പറഞ്ഞല്ലോ, ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായി 2005. ആ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ബേസ്മെൻറ്റ് മൂടി, ഗ്രൗണ്ട് ഫ്ലോർ മൂടി, ഫസ്റ്റ് ഫ്ലോർ അവിടെ ഇത്രയും നെഞ്ചിന് പൊക്കം വെള്ളം, അവിടെയുള്ള ജനലിൻ്റെ പകുതിയോളം നിറഞ്ഞ വെള്ളം, 100 കണക്കിന് വിഷപ്പാമ്പുകൾ മലയുടെ മുകളിൽ 20 കിലോമീറ്റർ അകലെയുള്ള ബാർബി ഡാം എന്ന് പറയുന്ന ഡാമിൽ വെള്ളം അമിതമായ മഴയിൽ, ആ കാട്ടിൽ പെയ്ത മഴയിൽ വന്ന വെള്ളം കൊണ്ട് ഈ ബാർബി ഡാം തുറന്നു വിട്ടു. പിന്നെ അടയ്ക്കാൻ പറ്റുന്നില്ല ഷട്ടർ. അങ്ങനെ ഒഴുകി വന്ന വെള്ളം ഉല്ലാസ് റിവറിലൂടെ, നദിയിലൂടെ ഒഴുകി ആണ് ആ നാട് മുഴുവനും വെള്ളപ്പൊക്കത്തിലായത്. 17 അടി ഉയരത്തിൽ വെള്ളം പൊങ്ങി. ഞങ്ങൾ 200 ധ്യാനക്കാരും ഞാൻ ഒറ്റയ്ക്ക്, വൈദികർ വരെ ആരുമില്ല, ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു. ഞങ്ങൾ 200 ധ്യാനക്കാർ, അതിൽ പലരും രോഗികളായിരുന്നു, കിടപ്പ് രോഗികളൊക്കെ. അവരെയും കൊണ്ട് ഞങ്ങൾ ഈ ഹോളിൽ ഇത്രയും വെള്ളം പൊങ്ങിയ സ്ഥലത്ത് ഒരു ഗോവണിയിലൂടെ ഈ ടെറസിൽ മുകളിലുള്ള ഷീറ്റ് ഇട്ടിരിക്കുന്ന ഷീറ്റിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ അവരെ കയറ്റി 180 പേര്. ബാക്കിയുള്ളവർ വെള്ളത്തിൽ തന്നെ നിന്നു, ചെറുപ്പക്കാരൊക്കെ. പക്ഷേ ഈ വിഷപ്പാമ്പുകൾ വരുന്നുണ്ട്. ഞങ്ങളുടെ മുറിക്കകത്തേക്ക് അല്ലെങ്കിൽ ഈ കെട്ടിടത്തിലേക്ക് വെള്ളം കയറുന്ന വഴികളൊക്കെ ഉണ്ടല്ലോ, ഒരൊറ്റ പാമ്പ് പോലും ഉള്ളിക്കയറിയില്ല. രാജവെമ്പാല ഒരെണ്ണത്തിനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കണ്ടു, മലമ്പാമ്പിനെ കണ്ടു, വിഷപ്പാമ്പുകൾ 100 കണക്കിന്. ആദ്യം കയറി വന്നതിന് 1-2 അടുത്ത് പാമ്പിനെയൊക്കെ ഞാൻ കൊന്നു. പക്ഷേ പിന്നീട് പാമ്പിനെ കൊല്ലാൻ പറ്റാത്ത വിധത്തിൽ എണ്ണം പെരുകി വരുന്നത്. കാട്ടിലൂടെ വരുന്ന, വെള്ളത്തിലൂടെ വരുന്ന പാമ്പുകളാണ്. ഞാൻ ഈ വെള്ളത്തിലൂടെ പാമ്പ് കയറി വരുന്നു, അത് ഞങ്ങളുടെ കെട്ടിടത്തിനകത്തെ കയറാതിരിക്കാൻ കാരണം എന്തെന്നറിയോ? ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഓഡിറ്റോറിയത്തിനകത്തുകൂടെ ജെറീക്കോ പ്രെയർ നടത്തിക്കൊണ്ടിരുന്നു. ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് പിന്നീട് മേശപ്പുറത്ത് വെച്ചു. അതായത് നമ്മുടെ ചുറ്റും അഭിഷേകത്തിൻ്റെ വേലി ഉണ്ടെങ്കിൽ പിശാചിന് നമ്മളെ ഉപദ്രവിച്ച് തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പം പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക്, ദൈവൈക്യത്തിൽ ജീവിക്കുന്നവർക്ക്, കൂദാശ ജീവിതമുള്ളവർക്ക് ഒരു പ്രത്യേകമായ അഭിഷേകത്തിൻ്റെ ഒരു പൊതിയിൽ കിട്ടും. അഭിഷേകം നമ്മുടെ ഉള്ളിൽ ദൈവ സാന്നിധ്യം നിറയുന്നു. അത് നമ്മുടെ ചുറ്റും നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് അഭിഷേകം. ഈ അഭിഷേകത്തിൻ്റെ പൊതിയിലുണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന പൈശാചിക പീഡകളുടെ ഫലമായി നമുക്ക് നാശം ഉണ്ടാവില്ല, വേദനയും സഹനവും ഉണ്ടാകും. ചില രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹനങ്ങളായിരിക്കാം. അത് അഭിഷേകത്തിൽ ജീവിക്കുന്നവർക്കുണ്ടായെന്ന് വരാം, ഇതുപോലുള്ള സ്വർഗീയ വേലി കെട്ടിയിട്ടുള്ളവർക്കുണ്ടായെന്ന് വരാം. അത് യേശുവിൻ്റെ കുരിശിനോട് ചേർത്ത് അങ്ങ് ഏറ്റെടുക്കുകയും സഹിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ കൂടുതൽ നന്മകളുണ്ടാകും, ഉപരി നന്മയുടെ ഫലങ്ങൾ ഉണ്ടാകും. അപ്പോൾ പിശാചിൻ്റെ പീഡനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഈ അവസ്ഥ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉള്ളിൽ നിറയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഫലമായി നമ്മുടെ ചുറ്റും ഒരു അഭിഷേക വേലി, അത്
കൂദാശ ജീവിതത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കെട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കാം. ഈശോയെ, പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി അഭിഷേകത്തിൻ്റെ സ്വർഗീയ വേലി ഞങ്ങളുടെ ചുറ്റുമങ്ങ് കെട്ടിത്തരണമേ. യേശു 26:1 പറയുന്ന സ്വർഗീയ കോട്ട ഞങ്ങളുടെ ചുറ്റും കെട്ടി ഉയർത്തണമേ. സക്കറിയ 2:5 പറയുന്ന അഗ്നി കൊണ്ടുള്ള പരിശുദ്ധാത്മ കോട്ട ഞങ്ങളുടെ ചുറ്റും കെട്ടണമേ. അങ്ങനെ ഞങ്ങൾ സംരക്ഷിതരായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.